തൃശ്ശൂർ വെടിക്കെട്ട് ദുരന്തം മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ്. 10-20ഓളം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്റെ ജീവൻ പോയി. നിരവധി പേർക്ക് പരിക്കുകളുണ്ട്. ഗുരുതരമായി 4-5 പേർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അറിയുന്നു. ഈ ഒരു സംഭവം നടന്ന സമയത്ത് MA യൂസഫ് അലി എന്ന് പറയുന്ന ആ ഒരു മഹാമനുഷ്യൻ, അദ്ദേഹം മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. അദ്ദേഹം പറയുന്ന വാക്ക് പാലിക്കും, അത് കൃത്യമായിട്ട് അത് നടപ്പാക്കുകയും ചെയ്യുകയും ചെയ്യും അദ്ദേഹം. ശരിക്കും ഞാൻ ആ ഒരു പോസ്റ്റ് കണ്ട് അതിൻ്റെ ചില കമൻറ്റ് ബോക്സിൽ പോയി നോക്കുമ്പോൾ ചില കമൻറ്റോളികളായിട്ടുള്ള തന്തയ്ക്ക് പറക്കാത്ത കഴിവറ മക്കൾ, അതായത് ഈ കറ തീർന്ന വർഗീയത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില വേട്ടാവളിയന്മാരുണ്ട്. അവന്മാരുടെ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കൂല. കാരണം ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കണം. ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തിഗാനം ആലപിച്ചതിൻ്റെ പേരിൽ ഇന്ന് ഈ വിഷകലയെ പോലുള്ള വിഷജീവികൾ നടത്തുന്ന അവർക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നിങ്ങൾ കണ്ടതാണ്. ഹൈന്ദവ സഹോദരനാണ്, ആ സഹോദരൻ്റെ പാട്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അതിനകത്ത് നമ്മളിങ്ങനെ ലയിച്ചു പോകും. ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാൻ കഴിവുള്ളവരാണ് ഇവിടുത്തെ മനുഷ്യർ, കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളും. ഈ ഒരു മഹാദുരന്തമുണ്ടായ സമയത്ത് പല ആളുകളും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു വെടിക്കെട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വെടിക്കെട്ട് പരിപാടികളൊക്കെ നിർത്തണം. ഇതിപ്പം കൊല്ലത്തൊരു ക്ഷേത്രത്തിൽ ഒരു അപകടമുണ്ടായി, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. അതുപോലെ തന്നെ ഈ തൃശ്ശൂർ ഇതിനു മുമ്പും ഒരു അപകടമുണ്ടായി, പല ആളുകളും മരിക്കുകയും പരിക്കേൽക്കുന്ന അവസ്ഥകളുണ്ടായി. ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ഈ വെടിക്കെട്ട് നടത്തുന്നതുകൊണ്ട് എന്ത് വിശ്വാസമാണ് അതിനകത്ത് ഉണ്ടാകുന്നുള്ളത്. പക്ഷെ ഹൈന്ദവ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മുതിർന്ന ആചാര്യന്മാരും സന്യാസിമാരൊക്കെ പറയുന്നുണ്ട് ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമൊന്നും അല്ല, ഇത് നടത്തേണ്ട കാര്യമില്ലെന്നൊക്കെ. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സാധനം. പക്ഷേ മനുഷ്യജീവന് വില കൊടുക്കണം, മനുഷ്യൻ്റെ ജീവന് സംരക്ഷണം നൽകണം. ഇത്തരം വലിയ പരിപാടികളൊക്കെ നടത്തുമ്പോഴത്തേക്ക് അതിന് വേണ്ട സേഫ്റ്റി ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പാടില്ല. 400 കിലോ സ്ഫോടക വസ്തു എന്നൊക്കെയാണ് പറയുന്നത്. ആ വെടിക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്തംഭിച്ച് നിന്ന് പോകണം. അതുപോലെ ഒരാൾക്കും അടുക്കാൻ പറ്റാത്ത രീതിയിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നൊരു മനുഷ്യൻ പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഈ ഹൈന്ദവ മതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹൈന്ദവർക്ക് വേണ്ടി സംസാരിക്കുന്നു പറയുന്ന ചില മരപ്പട്ടി വാണങ്ങളുണ്ടല്ലോ, ഈ ഗുരുമൂർത്തി സ്വാഗർ, വിഷകല, RK ബാബു, അങ്ങനെ കുറേ പല ആളുണ്ട്, പിന്നെ ഒരു സനാതന അമ്മായി, ഇവരെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഇങ്ങനെ കിടന്നിട്ട് കുരയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് 10 പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് പോയിട്ട് അവർക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാനോ ഇവരെ കൊണ്ട് സാധിക്കും. ഈ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും വന്നിട്ട് ഇങ്ങനെ മറ്റു മതവിഭാഗത്തെക്കുറിച്ചിട്ട് അന്ധമായ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും അല്ലാതെ ഈ പിള്ളേരുടെ വായിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം കേൾക്കാറുണ്ടോ? എന്തായാലും നമുക്ക് ഈ യൂസഫ് അലി സാഹിബ് നൽകിയിട്ടുള്ള ഈ ഒരു സഹായം, അദ്ദേഹം ഇതിനു മുമ്പും കേരളത്തിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ദുരന്തമുണ്ടാകുമ്പോൾ അദ്ദേഹം വാരിക്കോരി കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അത് ബന്ധപ്പെട്ട് നമ്മുടെ അൻസാരി ഉസ്താദിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. തൃശ്ശൂർ വെടിക്കെട്ട് ദുരന്തം, മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപയും പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ച് ബഹുമാനപ്പെട്ട MA യൂസഫ് അലി സാഹിബ്. അള്ളാഹു താല അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഒരേ ഒരു ചോദ്യമുള്ളൂ, ശശികല ടീച്ചർ, RV ബാബു, വിദ്യാസാഗർ ഗുരുമൂർത്തി, ലക്ഷ്മി കാനത്താൻ്റെ കോനോത്ത്, അതുപോലെ തന്നെ പ്രതീഷ് വിശ്വനാഥ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ രാവും പകലും ഹിന്ദുവിനെ ഉണർത്താനും ഉയർത്താനും വേണ്ടി നടക്കുന്ന മനുഷ്യരെ, ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ മെമ്പർമാരായിട്ടില്ലേ? ഈ മരണപ്പെട്ടതിൽ ഒരാൾ പോലും മുസൽമാനോ ക്രിസ്ത്യാനിയോ ഇല്ല. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന പൈസ ഏതെങ്കിലും മുസൽമാനും ക്രിസ്ത്യാനിക്കും പോകണമെന്നുള്ള ടെൻഷനും വേണ്ട. ഈ മരണപ്പെട്ട പാവങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ വക എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഈ MA യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ പുകഴ്ത്തണ്ട, ഇകഴ്ത്താതിരുന്നൂടെ? ഷാൻ വധം കഴിഞ്ഞ ഉടനെ എൻ്റെ നാട്ടിലൊരു കലാപം ഉണ്ടായാൽ ലുലു മാളിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ സർവായുധ സജ്ജരാണ് എന്ന് നാട്ടിൽ മുഴുവനും പ്രചരിപ്പിച്ച്, തോന്നിയ മാസം അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരിപ്പിച്ചത് ആളുകൾ നിങ്ങൾ. ലക്ഷോർ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, അവയവദാനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ക്രൈസിസ് ഉണ്ടായ സമയത്ത് അങ്ങോട്ട് മാർച്ച് നടത്തി നിങ്ങളല്ലേ? എന്നിട്ടും ഈ നാട്ടിലെ ഹൈന്ദവൻ അല്ല മനുഷ്യരൊരു പ്രശ്നമുണ്ടായപ്പോൾ MA യൂസഫ് അലി സാഹിബ് ഓടി വന്നു. ഈ നാട്ടിൽ എന്താ 2018 പ്രളയമാണെങ്കിലും വയനാട് ദുരന്തമാണെങ്കിലും അതിലെല്ലാം ഒരു ജാതിയിൽപ്പെട്ട മനുഷ്യരല്ല, മനുഷ്യർ മാത്രമേ ഉള്ളൂ. അവിടെ മതം നിങ്ങൾ നോക്കണ്ട, എല്ലാ സമൂഹത്തിൽപ്പെട്ട മനുഷ്യരുണ്ടല്ലോ. അവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വഴി സംഭാവനകൾ ധാരാളം കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ ഹിന്ദു എന്ന് രാവും പകലും ഒക്കെ പറഞ്ഞു നടക്കുന്ന നിങ്ങൾ ഈ മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്തു?
നിങ്ങൾ ഈ MA യൂസഫ് അലിനെ സമൂഹത്തിന് മുമ്പിൽ എന്തെല്ലാം തരത്തിൽ ഇകഴ്ത്താൻ ശ്രമിച്ചിട്ടും ആ മനുഷ്യൻ ഒരു ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഈ MA യൂസഫ് അലി സാഹിബിന് വേണ്ടി വഴിപാട് നടക്കലുണ്ട് ഇല്ലേ? എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി അദ്ദേഹം എല്ലാ വർഷവും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട്. അങ്ങനെ ജാതി മതവും നോക്കാതെ മനുഷ്യർ എന്ന ഒറ്റ കൺസെപ്റ്റിൽ പ്രവർത്തിക്കുന്ന MA യൂസഫ് അലി സാഹിബിനെ പോലും നിങ്ങൾ വർഗീയവാദിയും നിങ്ങൾ ഭീകരവാദിയൊക്കെ ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെയുള്ള നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ജോലി എടുക്കുന്നു എന്നുള്ളതല്ല, പണിയെടുത്ത പൈസ കിട്ടും, നമുക്ക് ശരി. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും മനുഷ്യൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? വെറുപ്പും വിദ്വേഷവും അല്ലാതെ, അപരമത നിന്നയല്ലാതെ, ആളുകൾക്കിടയിൽ ധ്രുവീകരണമല്ലാതെ ഇന്നേ വരെ ഈ ആയുസ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരെണ്ണം ഉദാഹരണത്തിന് പറയാമോ? പറഞ്ഞാൽ 1,00,000 രൂപ സംഭാവന വരും. നിങ്ങൾ കേട്ടല്ലോ അല്ലേ? നിധി കൂടുതലൊരു മറുപടി ഈ വിഷജീവികൾക്ക് കൊടുക്കണമെന്നില്ല, കാരണം അതിനും വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരാളൊരു നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ ഇടണമെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ മനുഷ്യഗണത്തിൽ പെടുത്താൻ നമുക്ക് പറ്റുമോ? മൃഗങ്ങളുമായിട്ട് പോലും താരതമ്യം ചെയ്യാൻ പറ്റില്ല, കാരണം ആ മൃഗങ്ങൾക്ക് പോലും കരുണയുണ്ട്. സഹത്തിൽപ്പെട്ടവരോടെങ്കിലും അവർ കരുണ കാണിക്കാറുണ്ടല്ലേ? ഒരു നേരത്തെ ഒരു ആഹാരം ഒരു കൊടിച്ചിപ്പട്ടിക്ക് കൊടുത്താൽ അത് കൊടുത്തവനെ കണ്ടു കഴിഞ്ഞാൽ അത് വാലാട്ടിയെങ്കിലും കാണിക്കും. അതുപോലും ഇല്ലാത്ത ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഇത് കണക്കത്തെ കുറേ മരവാഴകൾ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നതാണ് ഇതുപോലുള്ള മഹാദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. അതിനകത്തൊക്കെ പെട്ടുപോകുന്നത് സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളാണ് അല്ലേ? അപ്പൊ ഇതുപോലത്തെ വെടിക്കെട്ട് പോലുള്ള പരിപാടികൾ, അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളിൽ ഈ ആനയെ കൊണ്ട് നിർത്തി മണിക്കൂറോളം കൊണ്ട് നിർത്തി അതിനെ ഈ ചെണ്ടമേളവും അല്ലെങ്കിൽ ഈ വെടിക്കെട്ടിന്റെ സൗണ്ടൊക്കെ കേട്ട് അതിന്റെ റിലേ തെറ്റി അത് വിരളി പൂണ്ട് എത്രയോ ആളുകളെയാണ് ചവിട്ടിക്കൊന്നിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു സംവിധാനം കൊണ്ടുവരണം. കാരണം മനുഷ്യന്റെ ജീവന് വില കൊടുക്കണം. ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ മരണപ്പെട്ടുന്നത് ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസൽമാനാണെന്ന് നോക്കി കമന്റ് ഇടുന്ന നാറികളും നമ്മുടെ നാട്ടിലുണ്ട്. മലപ്പുറത്ത് നിന്നും ടൂറ് പോയിട്ടുള്ള ഒരു സംഘം തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു പോയതിൽ കൂടുതലും മുസ്ലിങ്ങളായിരുന്നു അല്ലേ? അതിനകത്ത് 1-2 ഹൈന്ദവ സഹോദരങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അത് കണ്ടിട്ട് ഒരു പരമനായിന്റെ കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു? നമ്മൾ ആരെങ്കിലും അവിടെ മതമോ ജാതിയോ ഒക്കെ നോക്കിയോ? ആ മരണപ്പെട്ടു പോയവരുടെ ആ ഒരു വേദനയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ഇതുപോലൊരു മഹാദുരന്തവും നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. എന്തിന്? വയനാട് ഒരു ദുരന്തമുണ്ടായി, ഒരു പ്രദേശം തന്നെ ഒലിച്ചുപോയി, ഒരു കുടുംബത്തിലെ 11 പേർ മരണപ്പെട്ടു പോയി. ആ കുടുംബത്തിൽ അവസാനിക്കുന്ന ഒരു ആൺതരി ആ തരിശു ഭൂമിയിൽ വന്ന് നിന്ന് കരയുന്ന ആ ഫോട്ടോയുടെ താഴെ വന്ന് കമന്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ മനുഷ്യന് പിറന്നതാണോ മൃഗത്തിന് പിറന്നതാണോ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു മനുഷ്യനും 10 പൈസയുടെ ഗുണവുമില്ല, ശരീരം കൊണ്ടും ഗുണമില്ലാത്ത ഈ ചെറ്റകൾ ഈ നാവ് കൊണ്ട് അപരമത വിദ്വേഷം പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നല്ലവനായിട്ടുള്ള ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവരും എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് നിൽക്കുന്ന നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള ഈ കേരളത്തിൽ ഇവറ്റകളെ നമ്മൾ തൂത്തെറിയണം. ഇതുപോലുള്ള പുഴുത്ത ജീവികൾക്ക് നമ്മളുടെ ഇടയിൽ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.